അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. അങ്ങനെ ഉമ്മയുടെ വലത്തെ കയ്യിൽ അലയും ഇടത്തെ കയ്യിൽ അലനുമാണ്. പാപ്പാൻ്റെ വിടവിന് ശേഷം ഉമ്മാക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു, പ്രേക്ഷകർക്ക് ഭയങ്കര പരാതിയായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ പരാതി മാറിക്കിട്ടി, ഉമ്മാൻ്റെ പരാതി മാറിക്കിട്ടി. നിങ്ങൾക്കിപ്പോൾ നേരം കിട്ടുന്നുണ്ട് എന്തിനേലും? അല്ലാ, രണ്ടാളും ഇതാണ്ടോ നമ്മുടെ കിഡോപ്പിയിലെ ഡ്രസ്സാണ്. നോക്കി, ഇതൊക്കെ മക്കൾക്ക് ഇട്ട് കൊടുത്തേ. നോക്കി കണ്ടില്ലേ, ആ അലേഹൻ്റെ ലുക്ക് തന്നെ മാറിയില്ലേ. അതായത് നമ്മൾ ആ സ്കിൻ ഫിറ്റ് പാൻറ്റൊന്നല്ല, ബാഗി പാൻറ്റും അതേമാതിരി ഇതേമാതിരത്തെ കോട്ട്, അത് കുറച്ചുകൂടി ഇറക്കണ്ട് കേട്ടോ. അത് ഓള് അങ്ങനെ ഇട്ട് നടന്നിട്ടാണ് കേട്ടോ. പേഴ്സണൽ കളർ കുപ്പായാണ്, അതൊക്കെ ഉണ്ട് ഇട്ട് കൊടുത്തതിൽ ചൊറുക്കന്നെ ആവും. നല്ല ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോട്ടക്കല്ലും പുത്തനത്താണിയിലൊക്കെ അവൈലബിൾ ആണ്. വേണമെന്നുള്ളൊരു വേഗം പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. യാത്ര എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതായത് എന്താണ്, ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആവും. അപ്പോൾ എന്തായാലും ഇത് കണ്ടോളി അല്ലേ. അതായത് പാത്രങ്ങളുടെ ഒരു ലോകത്തൊക്കെ പോകണം. പുതിയ കിച്ചൺ പണി എടുക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഉപയോഗമാവും. അപ്പോൾ അതിൻ്റെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വ്ളോഗ് സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നേരെ എത്തിയിട്ടുള്ള അരീക്കോട്, അതായത് മഞ്ചേരി അരീക്കോട് കിടങ്ങഴി മരത്താണി റോഡുമുള്ള ഫാക്ടറി ഹബ്ബിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല കൂടിയിരിക്കലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ. കാരണം ഫാക്ടറിയാണ്, ഫാക്ടറി ഹബ്ബാണ്. A to Z കാര്യങ്ങൾ ചെറിയ പൈസയിൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടും അല്ലേ. മാർക്കറ്റിൽ 4500 MRP വരുന്ന ഈ 16 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടൊക്കെ ഇവിടെ കൊടുക്കണം എത്ര കട? 1500 രൂപ. 1500 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും. ഇനി അതല്ല, ഇനി 14 ലിറ്റർ ആണെങ്കിലോ 1300 രൂപ കൊടുക്കും. 1300 രൂപയ്ക്ക്. ഇതിൻ്റെ തന്നെ ഒരുപാട് സൈസിൽ സാധനം സ്റ്റോക്ക് ഉണ്ട്. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അവിടെ ഈ തവ, അപ്പച്ചട്ടി, ഫ്രൈ പാൻ, ഇതിനൊക്കെ എന്ത് റേറ്റ് വരുന്നേ? ഫ്രൈ പാൻ 250 രൂപ വരിക. ഈ അപ്പച്ചട്ടിക്കോ? അപ്പച്ചട്ടിക്ക് 250 രൂപ മാത്രം. ഇതിനോ? തവക്ക് 250 രൂപ മാത്രം. ഈ ഒക്കെ ഓരോന്നും 250 രൂപ ഉള്ളൂ. എല്ലാം 250 രൂപ മാത്രം. ഈ വലിയ ഫ്രൈ പാനോ? ഈ 28 സൈസ് വരുന്ന വലിയ ഫ്രൈ പാൻ 500 രൂപ മാത്രമേ ഉള്ളൂ. ഇത് കേക്ക് പോട്ടല്ലേ? ഇതിനോ? ഇത് 22 സൈസ് വരുന്ന കേക്ക് പോട്ടിന് 550 രൂപ മാത്രം. 550 രൂപ. 550 രൂപ. അവിടെ ഈ കടായി പോട്ട് എന്ത് റേറ്റ് തന്നെ? കടായി പോട്ടൊക്കെ 300 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. 300 രൂപ മുതൽ നിങ്ങൾക്ക് കടായി പോട്ടൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ്. ഈ തവ ഫ്രൈ പാൻ കടായി വരുന്ന വലിയ കോമ്പോസിറ്റിന് 900 രൂപ മാത്രം. 900 രൂപയ്ക്ക് 3 എണ്ണോ? 900 രൂപയ്ക്ക് 3 എണ്ണം വലിയ സൈസ്. ഈ ഉണ്ണിയപ്പ ചട്ടിക്കോ? 300 രൂപ. 300 രൂപ. ഇതിനോ? 150 മിനി പാൻ. ഇത് മിനി പാനുകളെ. ഇനി പെരയിൽ ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരാൻ പോണത്. ഇതിൻ്റെയൊക്കെ ഉപയോഗം എല്ലാ പെരയിൽ കൂടി അത്യാവശ്യമാണ്. ഈ ഒരു പ്രൈസിലൊന്നും നിങ്ങൾക്ക് വേറെ എവിടെ ഈ സാധനം കിട്ടൂല കേട്ടോ. ഈ ഒരു സാധനമേ നമ്മുടെ ഫോളോവർക്ക് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും. കാരണം ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ദുനിയാവിൽ സാധനം കിട്ടൂല. ഇതിനെന്താ വില വരുന്നത്? 500 രൂപ മാത്രമേ ഉള്ളൂ. 500 രൂപ. ഇത് മാർക്കറ്റിൽ എന്താ റേറ്റ് വരിക? മാർക്കറ്റിൽ 1,850. 1,800 മാർക്കറ്റിൽ MRPക്ക് കൊടുക്കണ ഈ തവക്കേ ഇവിടെ എത്രയൊക്കെ കൊടുക്കണം? നമ്മൾ 500 രൂപ കൊടുക്കും. 500 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടും. അല്ല, കാനുള്ള സ്ക്വയറിൽ ഞങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ 700 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ. അവിടെ ഈ വലിയ സ്റ്റീൽ സ്റ്റോവിന് എന്താ റേറ്റ് വരുന്നത്? ഇതിന് 1200 രൂപ മാത്രമേ ഉള്ളൂ. 1200 രൂപ. അതല്ല, ഈ ഗ്ലാസ്സിനൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ നാളെ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കും. നല്ല ബെസ്റ്റ് പ്രൈസിന് എല്ലാ സ്റ്റവും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ മക്കളെ, നമ്മൾ തവ കണ്ടു, ഗ്യാസ് സ്റ്റവ് കണ്ടു, ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഇനി ഇവിടെ ഈ കുക്കർ ഇരിക്കുന്നുണ്ട്. കുക്കറിന് എന്താ റേറ്റ് വരുന്നത്? ഈ 12 ലിറ്റർ വരുന്ന വലിയ കുക്കറിന് വരുന്നത് 1100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര ലിറ്ററാ? 10 ലിറ്ററിന് 1000. ഇനി ഇവിടെ വേറെ സൈസുകളുണ്ടല്ലോ. 7 ലിറ്റർ ഉണ്ട്, പിന്നെ 5 ലിറ്റർ ഉണ്ട്. 5 ലിറ്ററിന് 600 രൂപ വരുള്ളൂ. 3 ലിറ്ററിന് 500 രൂപ വരുള്ളൂ. ഇനി സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ. സ്റ്റീലിന് നല്ല ഹെവി വെയിറ്റ് വരുന്ന സ്റ്റീലുണ്ട്. 5 ലിറ്ററിന് 1250 രൂപ വരുള്ളൂ. അപ്പോൾ ഇത് അലുമിനിയം ആവുകൊണ്ടാണ് ഈ പ്രൈസ്. ഓക്കെ. ഇതിനോ? ഇത് 3 ലിറ്ററിന് സ്റ്റീൽ വരുന്നത് 950 രൂപ. അത് മാത്രമല്ല, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇവിടെ സാധനം ഉണ്ട്. കഴിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കാരണം ഫാക്ടറിയാണ് മക്കളേത്. ഇത് മാത്രമല്ല, ഒരു പെരയിലേക്ക് ആവശ്യമുള്ള A to Z കാര്യങ്ങൾ. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. 1.5 കിലോ വരുന്ന റൈസ് കുക്കറിന് എന്താ റേറ്റ് വരുന്നത്? 1650 രൂപ ഉള്ളൂ. 1650 രൂപ ഒക്കെ സാധനം കൊടുക്കുന്നത്. ഇവിടെ എടുത്ത് കാണിക്കണമെങ്കിൽ എനിക്ക് ഇത് മൊത്തം ഇവിടെ കാണിക്കാണ്ട്. കാരണം ഫാക്ടറി ആയതുകൊണ്ട് ഒരുപാട് സാധനം ഉണ്ട്. എല്ലാം നല്ല ബെസ്റ്റ് പ്രൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വിലക്ക് കൊടുക്കൂലേ? ആൾക്കാർ വന്ന് കൊടുക്കണോ? എത്ര വേണമെങ്കിലും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പോയിട്ട് ഈ ഒരു പ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയിപ്പിക്കരുത്. അപ്പോൾ എന്തായാലും എത്ര വേണമെങ്കിലും കൊടുക്കുന്ന പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്നത് നോൽമ്പാണ് അല്ലേ. നോമ്പ് വരുന്നു. നോമ്പ് മാത്രമല്ല, അല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിലും എന്താണ്, നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്കൊരു കുടിയിരിക്കൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെരയിൽക്ക്. ഇപ്പോൾ സാധാരണക്കാരെ പെരയ്ക്കൊക്കെ എന്താ ചെയ്യുക, അവരൊരു കുടിയിരിക്കൽ വരുമ്പോൾ ചിലപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ കിച്ചൺ സാധനങ്ങൾ കൊടുക്കുക. എല്ലാവർക്കും ഒരേമാതിരി കൊടുത്തോളണമെന്നില്ല. ഭയങ്കര അടങ്ങാറാവും എങ്ങനെ ഇപ്പോൾ ഇത് കൊടുക്കാൻ കഴിയാന്ന്. എന്നാൽ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നവർക്ക്
നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എല്ലാ സാധനങ്ങളും കിച്ചണിലേക്കുള്ള A to Z സാധനങ്ങൾ, പാത്രം അലുമിനിയത്തിലാണെങ്കിലും സ്റ്റീലിലാണെങ്കിലും ഇനി ഫ്രൈ പാനിലാണെന്നുണ്ടെങ്കിലും എല്ലാം ചെറിയ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലും അത് വാറൻറ്റിയോട് കൂടി നമുക്ക് എന്താക്കാം നമ്മുടെ ഫാക്ടറി ആപ്പിൽ നിന്ന് കൊണ്ടുപോകണം. ഇനി വരുമ്പോൾ മുപ്പതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് എന്താ ഓപ്ഷൻ എന്താണ്? അത് നമ്മൾ വീട്ടിലുള്ള പഴയ നോൺ സ്റ്റിക്ക് കുക്കർ അലുമിനിയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമ്മൾ അതിന് നല്ലൊരു വില തരും. പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് പർച്ചേസ് ഇവിടുന്ന് കൊണ്ടുപോവാം. അതായത് ഇപ്പോൾ ഏതായാലും നിങ്ങൾ പെരേന്ന് ഇപ്പോൾ ആക്രിക്കാർക്ക് ഒഴിവാക്കാൻ നിൽക്കുന്നുണ്ടാവില്ലേ, ആ സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസും തരും. നിങ്ങൾക്ക് ആ സാധനത്തിന് പകരം എന്താക്കുക ആ പ്രൈസിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകും. ഇതിലും വലിയ ഓപ്ഷൻ വേറെ എവിടെ കിട്ടുക? നമ്മുടെ വീഡിയോസൊക്കെ ഓൾ കേരള ആൾക്കാർ കാണുന്നുണ്ട്, ഓൾ ഇന്ത്യ കാണുന്നുണ്ട്, ഓൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒക്കെ പുറത്തേക്കുണ്ട്. അപ്പോൾ ഓൾക്കൊക്കെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾ കേരള ഡെലിവറി കൊടുക്കാൻ കഴിയും. ഓൾ കേരള നമുക്ക് ഡെലിവറി കൊറിയർ ഓൾ കേരള കൊറിയർ സർവീസ് ഉണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്താക്കാം, ഇവരുടെ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത് ഇത് മഞ്ചേരി അരിയോ റോഡ് കിടങ്ങിയ സ്ഥലത്ത് നിന്ന് മരത്താണി റോഡിനാണ് ഈ ഫാക്ടറി ഹബ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ഇത്രയും ചെറിയ പ്രൈസിന് വാറൻറ്റിയോട് കൂടി ക്വാളിറ്റി സാധനം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കും ആദ്യം അത് ഉണ്ടായിരുന്നു, എന്താ ഇതിലൊരു മായ എന്താണ്, എങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ ചിന്തിച്ചാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ കറക്റ്റ് കാര്യം? അത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചെയ്യുന്നതാണ്. ഇടനിലക്കാരില്ല, നമ്മൾ നേരിട്ട് എടുത്ത് ചെയ്യണം, നേരിട്ട് കസ്റ്റമർക്ക്. അപ്പോൾ എന്താണ് ആ ഇടനിലക്കാരുടെ പൈസ നിങ്ങൾക്ക് പോകുന്നത് കിട്ടുകയും ചെയ്യും. പിന്നെ വാറൻറ്റിയോട് കൂടി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. സമയം കളയാതെ വേഗം ഇങ്ങോട്ട് പോകുന്നോളി. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മൾ മഞ്ചേരി കിടങ്ങഴിയിലുള്ള പാത്രക്കടയിൽ നിന്ന്, അതായത് ഫാക്ടറി കടയിൽ നിന്ന് നമ്മൾ പോകുന്നു. ഒരുപാട് സാധനങ്ങൾ ഇത് കാണിച്ചു തരാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലോഗാണ്. അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിലും ആ സൗകര്യമുണ്ട്, കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്തോളൂ കേട്ടോ. കാരണം ഈ ഒരു പ്രൈസിലൊക്കെ സാധനങ്ങൾ കിട്ടുക, പിന്നെ ഈ കുടിയിരിക്കലിൻ്റെ ടൈമിൽ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ കിട്ടലല്ല. അത് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ പുതിയ വീട് കഴിയുന്ന ആൾക്കാർക്കും, അതായത് ലോണും ഒക്കെ വാങ്ങി അവസാനം കിച്ചണിലേക്ക് സാധനം വാങ്ങാനൊന്നും പൈസ ഉണ്ടാവില്ല. ഈ കൂടിയിരിക്കുമ്പോൾ ആൾക്കാർ കൊണ്ടുവരണം നോക്കി നിൽക്കേണ്ടി വരും, എന്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു കണക്കെടുക്കലുള്ളൂ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയൊരു പൈസയിലേക്ക് പോകാതെ നിങ്ങൾക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ പാത്രങ്ങളും അലുമിനിയം ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഒക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലേക്കാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. എനിക്കത് പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു, ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് വീഡിയോ ഇടുമ്പോൾ ന്യൂസിൽ നമുക്ക് യൂട്യൂബിൽ ഇട്ടോളൂ, ഞങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ല എന്ന് പറയലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താക്കിയത്, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ തന്നത്. എന്തായാലും ഒരു വട്ടെങ്കിലും നോക്കിക്കോളി. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഒരു വട്ടം പറഞ്ഞില്ലേ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇടാം. അങ്ങനെ സിനുവും കുട്ടിയും ബാക്കിലാണ് അല്ലേ? ഇതെന്താ ബാക്കിലിരിക്കണേ? ഞാൻ എന്താ നിങ്ങളുടെ ഡ്രൈവറോ? എൻ്റെ കാറൊക്കെ ഗൈസ് വീടായി. പണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഈ കാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാം, ഒരു നല്ല വൃത്തിക്കായിരുന്നു. ഇപ്പോൾ ഇതിൽ ലൈസും പാക്കറ്റ്, മിച്ചറും പാക്കറ്റ്, മുട്ടായി കവറ്, ചവിട്ടിയ ചളി, പിന്നെ കുട്ടികളെ പമ്പേഴ്സ്, മൊത്തത്തിലൊരു മിനി വീടായിക്കണേ ഈ കാറ്. ഒരാഴ്ചയിൽ 3 വട്ടമൊക്കെ കഴുകണം അല്ലേ? അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിറ്റേ ദിവസമാണ്. ആ വീഡിയോ ഇന്നലെ ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ചെന്നോളി. ഇന്നലെ ഒരു പ്രൊമോഷൻ്റെ തിരക്കുകളും മൊത്തത്തിൽ ഓരോ തിരക്കുകളും പിന്നെ നമ്മുടെ പുതിയ ബ്രാൻഡിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ്. പേരൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഓൺ ബ്രാൻഡിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഇങ്ങനെ മെല്ലെ അല്ലേ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഇരുന്ന് കാല് നീട്ടാന്നുള്ളതല്ലോ, ഒക്കെപ്പാടെ വലിച്ചു കാര്യം കണ്ട് ചെയ്യുന്നില്ല. ആദ്യം എന്താണ് നമ്മുടെ ബിസിനസ് അല്ല, പക്ഷെ നമ്മുടെ കൂടെയുള്ള 2 ആൾ, നമുക്ക് ഒരാളല്ല, ഇതിന് ടോട്ടൽ 3 പേരുണ്ട്. 2 ആൾ പാർട്ട്നേഴ്സും പാടുണ്ട്. പിന്നെ എൻ്റെ പേരിലും അല്ല 3, അതായത് എൻ്റെ വൈഫ്, ഓല വൈഫ് 3 പെണ്ണുങ്ങളാരും പാടെ നടത്തുന്ന ഒരു പരിപാടിയാണ്. പേര് നമ്മളെന്തായാലും ഔട്ട് ചെയ്യും. ഇപ്പോഴല്ല, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ രജിസ്ട്രേഷനായാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാവും. നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വൽ വെയേഴ്സ് അല്ലേ, അതായത് എല്ലാവരും പാർട്ടി വെയേഴ്സ് അല്ലേ ചെയ്യുന്നത്. കാഷ്വൽ വെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുക, പെട്ടെന്ന് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങണം. എന്നാലും കണ്ടു കഴിഞ്ഞാൽ പെരയിലിട്ട് നടക്കണമെന്ന് തോന്നുകയും ചെയ്യരുത്. അതുപോലത്തെ ഒരു ലെവലിൽ നിൽക്കണ, കല്യാണത്തിനൂടാ, സൽക്കാരത്തിനൂടാ,
പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ പക്ക സ്റ്റാൻഡേർഡിൽ കംഫേർട്ടിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ പുറത്തൊരാളുടെ സാധനം നമ്മുടെ ബ്രാൻഡിൽ ഇറക്കുന്നേക്കാൾ നല്ലത് നമ്മൾ തന്നെ നോക്കി അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്കും അതായത് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ എപ്പോഴും വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. നമ്മുടെ ഔട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കുക, അതായത് നമ്മൾ തന്നെ നെയ്യല്ല, നമ്മൾ നല്ല മെറ്റീരിയൽ നോക്കി നമുക്ക് എങ്ങനെ ലാഭം കിട്ടും, ആ നമ്മൾ ചിലപ്പോൾ ഇതിന് പ്രോഫിറ്റ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല തുണികളും കാര്യങ്ങളല്ലേ, ഇത് ആളുകൾക്ക് അഫോർഡും പാടെ ചെയ്യാൻ പറ്റണം. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ നോക്കി, അതായത് പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മുടെ പേരിൽ തുടങ്ങിയാലോ, എന്നിട്ട് പ്രൈസ് അങ്ങോട്ട് കൂട്ടിയിട്ട് അത് അതിലാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും നമ്മൾ ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ മുകളിൽ എടുത്തേക്കാം, പക്ഷെ നമ്മൾ കൊടുക്കണ ഒരു ഇതുണ്ടല്ലോ, ആൾക്കാരോട് കൊടുക്കണ ഒരു നീതി ഉണ്ടല്ലോ, അത് നമുക്ക് പുലർത്തണം. അതായത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും പിന്നീട് ആളുകൾ നമ്മൾ ചൂസ് ചെയ്യും വേണം. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതലൊരു എമൗണ്ടൊക്കെ ഇല്ലാതെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് അതിനും ഉണ്ടാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് മുന്നേ എന്തായാലും നമ്മൾ ലോഞ്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ പാത്രക്കടയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും കോൺടാക്ട് ചെയ്തോളി, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കേട്ടോ.